സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തരംഗം എന്ന് പറഞ്ഞ അർജുന്റെ അളിയനാണ്. ആരും അറിയാതെ കിടന്ന ഒരു യൂട്യൂബ് ചാനൽ, അതും 10,000 സബ്സ്ക്രൈബർ ഉള്ള നമ്മുടെ മനാഫിന്റെ യൂട്യൂബ് ചാനൽ. 10,000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും ആ ചാനൽ കണ്ടിരുന്നത് വെറും 1,500-2,000 പേരൊക്കെ കണ്ടിരുന്നുള്ളൂ. സബ്സ്ക്രൈബർ അത്രയും ഉണ്ടായിട്ട് കാര്യമില്ല, കാണുന്നവരുടെ ഉണ്ടോ നോക്കുന്നത്. 1000 സബ്സ്ക്രൈബർ ഉണ്ടായ ആ യൂട്യൂബ് ചാനലിനെ ഇത്രയും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ജിതിനക്കാരനാണ്, എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുന്റെ അളിയനക്കാരനാണ്. മുമ്പിലും നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലും നമ്മുടെ മനാഫിക്കാനെ കൊച്ചാക്കാൻ നോക്കിയ ഒരു കള്ളക്കളി, പക്ഷെ അത് ഗംഭീരമായിട്ട് മലയാളികൾ പൊളിച്ചു കൊടുത്തു. ഈ സമയത്ത് ഏകദേശം ഞാൻ നോക്കിയപ്പോ 1,50,000-ഓളം സബ്സ്ക്രൈബർ അതിനായിട്ടുണ്ട്. ഇത്രയും പെട്ടെന്നൊക്കെ ഒരു 1,50,000 സബ്സ്ക്രൈബർ ഒക്കെ യൂട്യൂബിൽ ഒരു ചാനലിലാകുന്ന വെച്ചാൽ വെറും അപൂർവമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അത് യൂട്യൂബിലൊക്കെ നമ്മളൊരു ചാനൽ തുടങ്ങി, അത് ബന്ധുക്കാരെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യിച്ച് നല്ല കണ്ടന്റ് ആണെങ്കിൽ ആ കണ്ടന്റ് വൈറലായിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം. ഒരുപാട് നാളെടുക്കും. പിന്നെ ഒരു ഭാഗ്യങ്ങളൊക്കെ കൊണ്ടൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു കുനിഷ്ഠ ബുദ്ധി ഒരാൾക്ക് തോന്നിയത് കൊണ്ട് മറ്റൊരാൾക്കാണ് 1,50,000 സബ്സ്ക്രൈബർ കയറിയത്. അതങ്ങനെ അവിടെ നിൽക്കട്ടെ, കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണല്ലോ വിവാദമായത്. മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ആ ചാനലിൽ തന്നെ ആദ്യത്തെ വീഡിയോ തന്നെ പറയുന്നുണ്ട്. ഏകദേശം ആ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ മീഡിയകളെല്ലാം വളരെ നല്ല രീതിയിലാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്. അവിടെ നിന്ന് അവർ സംരക്ഷണമൊക്കെ ചെയ്ത് ജനങ്ങളെ ഈ വാർത്ത അറിയിച്ച്. അങ്ങനെ നിന്ന സമയത്താണ് നമ്മുടെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്, അതും വയനാട്ടില്. സ്വാഭാവികമായിട്ടും അവിടുത്തെ മീഡിയകളൊക്കെ ആ ഒരു വാർത്തയിലേക്ക് പോയി. കാരണം നമ്മള് ഈ ഒരു കാര്യത്തിൽ കൂടി കടന്നു വന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നുള്ളൂ. ആ അർജുനെ നമ്മളെല്ലാരും നോക്കിക്കാണ്ടാണ്, ഇന്ന് കിട്ടോ നാളെ കിട്ടോ. ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും അർജുന്റെ കാര്യം എന്തായി, കിട്ടിയ ബോഡി എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്താണ് മുണ്ടക്കൈ ഒരു ദുരിതം ഉണ്ടാവുന്നത്, ഒരു മഹാദുരന്തം. സ്വാഭാവികമായിട്ടും മീഡിയകളെല്ലാവരും അങ്ങോട്ടും, നമ്മൾ പോലും ആ മുണ്ടക്കൈയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സമയത്ത് ആണ് ഈ മനാഫും കുറച്ചു പേരും അവിടെ ഒറ്റപ്പെട്ടു പോയത്. ആരുമില്ല അവരെ നോക്കാനായിട്ട്. അതുകൊണ്ട് മീഡിയകളെല്ലാം നമ്മുടെ മുണ്ടക്കൈയിലേക്കാണ് നീങ്ങിയേക്കുന്നത്. അവിടുത്തെ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും എല്ലാമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ മനാഫ് മാത്രമായി. അങ്ങനെ മനാഫിന്റെ ആദ്യ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയണമല്ലോ. കാരണം അത്രയും അർജുനെ പറ്റിയും അർജുന്റെ ലോറിയെ പറ്റിയും മനാഫിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ മീഡിയകൾ ഉണ്ടായിരുന്നു. പക്ഷെ മുണ്ടക്കൈ ദുരിതം ഉണ്ടായപ്പോൾ മീഡിയ അങ്ങാടും മാറി മനാഫ് ഇവിടെ ഒറ്റപ്പെട്ടു പോയി. മനാഫിനെ ഒറ്റപ്പെടുത്തിയല്ല, പക്ഷെ സ്വാഭാവികമാണ്. ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ വയനാട്ടിൽ നടന്ന മീഡിയകളെല്ലാം അത് കേന്ദ്രീകരിച്ച് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സമയത്താണ് മനാഫിന്റെ അപ്പയുള്ള കാര്യങ്ങൾ, അവിടെ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി അവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ ഇപ്പൊ എന്ത് നടക്കുന്നത് ജനങ്ങൾ അറിയണമല്ലോ. അങ്ങനെ തുടങ്ങിയ ആ യൂട്യൂബ് ചാനലാണ്. ഇന്നിപ്പോ എല്ലാവരും മാധ്യമപ്രവർത്തകരും മറ്റുള്ളവരൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പം നമ്മൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഒരു അന്ത്യം കാണാതെ ഞങ്ങളും ഇവിടുന്ന് വരുന്ന വിഷയമില്ല. ഇപ്പോൾ ഇന്നുണ്ടായ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി, ഈശ്വർ മൽപ്പയും ടീമും വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്ന് അവരെ പിടിച്ച് കയറ്റി അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി കഴിഞ്ഞ്. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചില്ല. ഞങ്ങൾ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ തടഞ്ഞ് ഇവിടെ ഇപ്പം അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന്. അപ്പോഴാണ് ഈ ജിതിന്റെ വിവാദം ഉണ്ടാവുന്നത്. മനാഫിനെ പറ്റിയും ലോറിക്ക് അർജുൻ എന്ന് പേരിടാൻ പോയതിനെ പറ്റിയും അർജുന്റെ മകനെ മനാഫ് സ്വന്തം മകനെ പോലെ നോക്കാൻ പറ്റിയും വിവാദമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യത്വമുള്ള ഒരാൾ പറയുന്ന കാര്യമല്ലേ. മനാഫിന്റെ ലോറിക്ക് അർജുൻ എന്നൊരു പേരിട്ട എന്താണ് കുഴപ്പം? അല്ലേ? അതൊരു വിവാദമൊന്നുമല്ല, അതൊരു വിവാദം ആക്കുകയാണ്. അർജുന്റെ ഒരു കൊച്ചിനെ ഞാൻ എന്റെ സ്വന്തം മകനെ പോലെ നോക്കൂന്ന് പറയുന്നത് ഒരാളുടെ ഒരു വലിയൊരു മനസ്സ് തന്നെയാണ്. അതിന് കാണാതിരിക്കാൻ പറ്റുന്നില്ല. അത് അവർക്ക് വിഷമം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്, പച്ചക്കള്ളം. കാരണം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി മനാഫിനെയും മനാഫിന്റെ കൂടെ ഉള്ളവരെയും സമൂഹത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കുക എന്നുള്ളൊരു അജണ്ടയുടെ ഭാഗമാണ് ഇപ്പൊ നടന്ന ഈ പൊറോട്ട നാടകം. കാരണം വേറൊന്നുമല്ല, നമ്മുടെ അർജുനെ നമുക്ക് കാണാതായ ദിവസങ്ങൾ, എല്ലാവരും പ്രാർത്ഥനയോടെ നിന്ന ദിവസങ്ങൾ, ജീവനോടെ കിട്ടണേ എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ സംഘപരിവാറിന്റെ തന്തയില്ലായ്മയാണ് സംഘപരിവാർ യൂട്യൂബുകാർ നടത്തി കാണിച്ചത്. എല്ലാരും കണ്ടിട്ടുണ്ടോ ആ വീഡിയോകളെല്ലാം?
കാരണം അർജുൻ വന്ന വണ്ടിയിൽ കള്ളക്കടത്തുകളായിരുന്നു. ഞാൻ ഇത് പറയുന്ന കാരണം എന്താമോ, മനാഫ് ഒരു ചാനലിൽ പറയുന്നുണ്ട് അർജുൻ ആ വണ്ടിയിൽ ഒരു ആളെയും കയറാൻ സമ്മതിക്കൂല. കാരണം സ്വന്തം എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് ആ വണ്ടി നോക്കിക്കൊണ്ടിരുന്നത്. കാല് കഴുകാതെ പോലും ആ വണ്ടിയിലേക്ക് കയറ്റില്ല. കാരണം അത്രയും പൊടിയും ചെളിയും ഒന്നും ആകല്ലേ എന്ന് വെച്ചിട്ട്. ഒരു വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് അറിയാം എങ്ങനെയാണ് ആ വണ്ടി നോക്കുന്നത്. മറ്റുള്ളവർ ഓടി കയറിയ ചെളി ഉണ്ടെങ്കിൽ പോലും കയറ്റൂല എന്നാണ് മനാഫ് അർജുന്റെ ആത്മാർത്ഥതയെ പറഞ്ഞത്. സ്വന്തം വണ്ടിയല്ല, അർജുൻ ഓടിക്കുന്ന വണ്ടിയെ സ്വന്തം വണ്ടിയെ പോലെയാണ് സ്നേഹിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വണ്ടിയിൽ ഈ കള്ളക്കടത്ത് കടത്തുന്നു എന്നൊക്കെ ആരോപിച്ച് ഒരു സംഘപരിവാർ യൂട്യൂബുകാരൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഈ ജിതിൻ എന്ന് പറഞ്ഞവൻ എവിടെയായിരുന്നു ഇതിനെതിരെ സംസാരിക്കാൻ? എന്റെ ഒറ്റ ചോദ്യം ഇതാണ്. ലോറിയും അർജുനനെയും കാണാണ്ട് എല്ലാവരും തെരച്ചിലും കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോൾ ഈ സംഘപരിവാർ എന്ന് പറഞ്ഞ ഈ തന്തയില്ലായ്മ കാണിച്ച യൂട്യൂബർ ഈ അർജുന്റെ വണ്ടിയിൽ കള്ളക്കടത്താണ്, അർജുൻ മരിച്ചിട്ടില്ല, അർജുനന്റെ തിരോധാനമാണ് മനാഫിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ വീഡിയോ ചെയ്തപ്പോൾ ഇന്ന് മനാഫിനെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച ഈ ജിതിനൊക്കെ എവിടെയായിരുന്നു? അപ്പൊ ഇവർക്ക് ആർക്കും ഒന്നും പൊള്ളിയില്ല, ഇവർക്ക് അവനെതിരെ നടപടി എടുക്കാൻ പറ്റിയില്ല ഇല്ലായ്മ പറഞ്ഞതില്? കാരണം പറ്റില്ല, കാരണം അത് സംഘപരിവാറിന്റെ യൂട്യൂബാണ്. നമുക്ക് അതിൽ ചില ഭാഗങ്ങൾ എല്ലാവരും കണ്ടാണ്, എന്നാലും ചില ഭാഗങ്ങളൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. ഇനി നമ്മൾ ഉയർത്തുന്ന വലിയ ചോദ്യമുണ്ട്. ഇത് മനാഫ് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. മനാഫെ, ഇത് നിന്റെ ലോറിയിൽ കൊണ്ടുവന്ന ലോഡിന്റെ ഒരു ഇൻവോയ്സ് അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തുറന്നു പറയാം. നീ കൊണ്ടുവന്ന ഈ 22,000 രൂപയുടെ ഈ ലോഡ് എന്തായിരുന്നു മനാഫ്? വേറെ എന്തൊക്കെ കള്ളക്കടത്ത് സാധനങ്ങൾ ഉണ്ട് എന്ന് കൂടി നീ ഉത്തരം പറയേണ്ടതുണ്ട്. കള്ളക്കടത്ത് സാധനങ്ങൾ ഉണ്ട് എന്ന് കൂടി നീ ഉത്തരം പറയേണ്ടതുണ്ട്. ഇവന്റെ മനാഫിന്റെ കയ്യിൽ നിന്ന് ഇപ്പോഴും എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുണ്ടായിരിക്കാം. ലോറി കടന്നു വന്നിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ പൂർണ്ണമായിട്ടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എവിടം വരെ എത്തി എന്നുള്ളത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇനി അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു സാധൂകരണം കിട്ടുകയുള്ളൂ. അത് കിട്ടാത്തിടത്തോളം കാലം ഈ മനാഫിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നും നമ്മളിങ്ങനെ പറയുക എന്നല്ലാതെ, നമ്മുടെ വായിക്ക് വേദന വരിക എന്നല്ലാതെ, എന്നെ കുറെ തെറി നിങ്ങൾ വിളിക്കുക എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ിക്കുന്നവന്മാരെ വല്ലതും പറയാനുണ്ടോ, തെറി വിളിക്കാനുണ്ടോ? ഇനിയുണ്ടെങ്കിൽ ഇനിയും നീയൊക്കെ വിളിച്ചു കൊള്ളുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. ഇത്രയും വൃത്തികെട്ട രീതിയിൽ അർജുനെ കുറിച്ച് സംസാരിച്ച ആ സമയം എന്ന് പറഞ്ഞാൽ അർജുന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല, ജീവനുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത സന്ദർഭത്തിലാണ് ഈ യൂട്യൂബർ ഇങ്ങനെ സംസാരിച്ചത്. അപ്പൊ ഇവർക്കൊന്നും മിണ്ടാട്ടം കിട്ടിയില്ല. ഇപ്പൊ മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ ഇതിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. ഇതൊരു വിവാദമാണ്? ഇത് വിവാദമല്ല. പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താവോ? ഇതിന്റെ യഥാർത്ഥ കാരണം എന്ത് വെച്ചാൽ നീ കാണുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ആണ് അതിന്റെ ഒരു പ്രധാന കാരണം. കാരണം ഈ ഉസ്താക്കന്മാരൊക്കെ അർജുന്റെ വീട്ടിൽ വന്ന് ഇവരോട് നല്ല രീതിയിലും സമാധാനപരമായിട്ടൊക്കെ സംസാരിച്ച് അർജുന്റെ കൊച്ചിനെയൊക്കെ താലോലിക്കണം കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്വേഷം പരത്തുന്നവർക്ക് അത് പിടിച്ചില്ല. സത്യാവസ്ഥ ഇതാണ്, വേറെ ഒന്നുമില്ല ഇതില്. കാരണം അതൊരു മുസ്ലിം വിഭാഗമാണ്, അവരെ അകറ്റി നിർത്തണമെന്നാണ് ഈ സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ല, ഇവരുടെ സ്വഭാവം അറിയാൻ പാടില്ലാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഉസ്താക്കന്മാരൊക്കെ അർജുന്റെ വീട്ടിൽ വന്ന് ഇത് തന്നെ കാരണം. യഥാർത്ഥത്തിൽ അർജുന്റെ അളിയൻ, കാരണം FB യിലെ കമന്റ് നോക്കിയാലും അർജുന്റെ അളിയന്റെ പ്രൊഫൈലാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംഘപരിവാർ പരിവേഷമുള്ള ഒരു പ്രൊഫൈൽ. ആ ഒരു പ്രൊഫൈൽ നോക്കുമ്പോഴും ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോഴും അത് കഴിഞ്ഞിട്ടുള്ള ഈ വാർത്താ സമ്മേളനത്തിൽ ഇതെല്ലാം മനാഫിനെ കുറിച്ച് പറഞ്ഞ എന്ന് പറഞ്ഞാൽ മനാഫ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു സമൂഹത്തെ ഇനി ആ വീട്ടിലേക്ക് കയറ്റരുത് എന്ന രീതിയിൽ ആക്കിയെടുത്തത്. വേറൊന്നും ഇതിലില്ല. കാരണം മനാഫെ തന്നെ പറയുന്നു, ഞാൻ അർജുനന് വേണ്ടി 1 രൂപ പോലും ആരുടെ അടുത്ത് വാങ്ങിയിട്ടില്ല. അപ്പൊ ചെറിയ രീതിയിൽ മനാഫ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറഞ്ഞ ആ ചാനല് മനാഫിനെ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതാക്കി കാണിച്ച ആ ബുദ്ധിയെ സന്മനസ്സുള്ള മലയാളികൾ എല്ലാവരും തന്നെ, അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും നല്ല രീതിയിൽ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ. അതോടെ തലക്കെട്ട് കെട്ടിയ കോഴന്മാരും അർജുന്റെ വീട്ടിലേക്ക് വരേണ്ടതില്ല. അതാണ് ഈ പൊറോട്ട നാടകത്തിന്റെ ഏക ഉദ്ദേശം, അല്ലാണ്ട് മനാഫിനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം അർജുന്റെ അമ്മ മനാഫിനോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. കാരണം
എനിക്ക് തോന്നുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് സ്വന്തം മകൻ മരിച്ച് പോയി എന്നറിഞ്ഞ ആ ഒരു നിമിഷം, അത് കഴിഞ്ഞിട്ടാണ് മനാഫിന്റെ അടുത്ത് സംസാരിക്കുന്നതാണ് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം മനാഫിനോട് പറയുന്നുണ്ട് ഇനി അതിൽ വരുമ്പോൾ എന്റെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തില്. കാരണം ആ സന്തോഷം ഉണ്ടാകാൻ ഒരു കാരണം ഒരു മകനെ പോലെ തന്നെ ആയിരിക്കും ആ അമ്മയും മനാഫിനെ കാണുന്നത്. കാരണം മനാഫിന്റെ ഒരു സാന്നിധ്യം അവർക്ക് അവർക്ക് ഒരു സന്തോഷമായിരിക്കും അവരുടെ മനസ്സിൽ. അതാണ് അവർ ഈ സന്ദർഭത്തിൽ ഇത്രയും ചിരിച്ച് സംസാരിച്ചത്. അപ്പൊ അർജുന്റെ വീട്ടുകാരെ മനാഫിൽ നിന്ന് നല്ല പോലെ അകറ്റണം എന്ന് ഇതിൽ നല്ലൊരു കളി ഈ സംഘപരിവാരം കളിച്ചിട്ടുണ്ട്. കാരണം കോഴമാരെ അകറ്റി നിർത്തണം, ഇവരെ ചേർത്ത് നിർത്തിയാൽ ഇനി ഇവരും കൂടി കോഴമാരാകോ എന്നിവര് നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇവർ ചിന്തിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ ഇത്രയുള്ള ഈ വിവാദത്തിന്റെ കാരണം വേറെ ഒന്നുമില്ല. ഇതിലിപ്പോ മനാഫിനോടൊന്നും ആയിരിക്കും ദേഷ്യമൊന്നുമില്ല അവരുടെ വീട്ടുകാർക്ക്. പക്ഷേ ഇതിന്റെ പിന്നിലുള്ളവരെ ഇവരെ കൊണ്ട് പറയിപ്പിച്ച കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പുന്നാര അളിയൻ ഇവിടെ വന്ന് ഈ വാചക കസരത്ത് കാണിക്കേണ്ട ഒരാവശ്യം അവിടെ ഇല്ല. എന്തായാലും കുറെ ആളുകൾ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. പക്ഷെ എന്താ പറഞ്ഞാല് നിങ്ങൾ വിളിക്കുമ്പോ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മനെ എനിക്ക് എന്തായാലും അവിടെ വന്ന് കാണാൻ കഴിയില്ല. കൊല്ലത്തല്ലേ, ആയിക്കോട്ടെ, എപ്പോഴെങ്കിലും വരുമ്പോ അമ്മ